നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ രാജ്യത്തിന്റെ ഈ സുസ്ഥിരത നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ നിരപരാധികളായ ആളുകളുടെ നിറനെഞ്ചിലേക്ക് നിറയൊടിച്ച് ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകളെ പാച്ചുകളഞ്ഞ പക്വതയില്ലാത്ത തീവ്രവാദികളെ, അവർക്ക് മതമില്ല, തീവ്രവാദത്തിന് ഒറ്റ മതമേ ഉള്ളൂ, അത് തീവ്രവാദമാണ്. അവിടെ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ, ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 28 പേരുടെ ഇടയിലേക്ക് നിടയൊടിക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി ഇടനെഞ്ചിലേക്ക് വെടിയേറ്റ് മരിച്ചുപോയ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. ആ സയ്യിദ് ആദിൽ ഹുസൈൻ ഷായാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതീകം. വെടിയുണ്ടകൾ ഇങ്ങനെ പാഞ്ഞു വന്ന് മതമറിയാത്ത, ദേശമറിയാത്ത, ഭാഷ അറിയാത്ത തങ്ങളുടെ അതിഥികളായി വന്നവർ പിടഞ്ഞു വീടുമ്പോ തങ്ങളുടെ ഈ നരച്ച താടിയും കാശ്മീരി തലപ്പാവും വെച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകോത്ത് പിടിച്ചു വലയം ചെയ്ത് ടൂറിസ്റ്റുകളെ അതിന്റെ ഉള്ളിലാക്കിയിട്ട് ഇനി ഇവരെ വെടിവെക്കണമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചിലേക്ക് വെടിവെച്ചോളൂ എന്ന് പറഞ്ഞ താടിയും തലപ്പാവും നിസ്കാര തലപ്പുമുള്ള കാശ്മീരി മുസ്ലിമീങ്ങളാണ് യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതീകങ്ങൾ. ഞാൻ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പറഞ്ഞു പോകുന്നില്ല. ഇന്ത്യ രാജ്യത്തിന് ഇനി ഒരു യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായാൽ, അന്നെങ്ങാനും പട്ടാളക്കാരെ തികയാതെ നമ്മളെയൊക്കെ പട്ടാളത്തിലെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പട്ടാളക്കാര് കാശ്മീരിന്റെ അതിർത്തിക്കപ്പുറത്ത് തന്നെ ഈ ചന്ദ്രക്കലയുള്ള തലപ്പാവും പച്ച സൈനിക വേഷവും ഇട്ട് ഓരോ തക്ബീർ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് നേരെ നിറയൊഴിച്ചാൽ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞ് ഈ വെള്ള വസ്ത്രവുമിട്ട് അവർക്കെതിരെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ തയ്യാറാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ രാജ്യത്തെ കാക്കുക എന്നത് ഒരു പൗരന്റെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ സുസ്ഥിരത, ഇതിന്റെ സാഹോദര്യം. വെടിയേറ്റ് വീണ തന്റെ പിതാവിന്റെ മതശരീരത്തിന് മുമ്പിൽ ആരതി പറയുന്നുണ്ട്, എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് കാശ്മീരിൽ നിന്ന് 2 കൂടപ്പുറപ്പുകളെ പെട്ടി, സമീറിനെയും മൻസൂറിനെയും. വൈദി സാഹിബിൻ മൊയ്തൂക്കാട് വീട്ടില് ഞാൻ ഭക്ഷണം കഴിച്ച് വീട്ടുകാരൊക്കെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിറങ്ങുമ്പോൾ വിശ്വട്ടനും ഉണ്ണിയേട്ടനും പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം ബാക്കവിയുടെ കൂടെ. 2 പേരും എനിക്കിവിടെ കിട്ടി. ഇതൊക്കെയാണ് നമ്മുടെ നാട്. അത് നല്ല കണ്ണുകൊണ്ട് കാണാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ.